ഞാൻ പ്രോലൈഫ് നിലപാടുകളുള്ള വ്യക്തിയാണ്. ഞാൻ അതിന്റെ പേരിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ വിശ്വാസത്തിന്റെ ധീരമായ ഏറ്റുപറച്ചിൽ ശ്രദ്ധേയമാകുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദത്തിലാണ് പെൻസിന്റെ ഈ പരാമർശം. Well, thank you, Susan. But let me just say, addressing your very first question, I couldn't be more proud to serve as vice president to a president who stands without apology for the sanctity of human life. I'm pro-life. I don't apologize for it. And this is another one of those cases where there's such a dramatic contrast. Joe Biden and Kamala Harris support taxpayer funding of abortion all the way up to the moment of birth. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദത്തിൽ കമല ഹാരിസിനെ അക്ഷരാർത്ഥത്തിൽ മൈക്ക് പെൻസ് മുട്ടുകുത്തിച്ച കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിശ്വാസവിരുദ്ധ നിലപാടുകളെ പെൻസ് ചോദ്യം ചെയ്തു. അബോർഷൻ അനുകൂല നിലപാടുകളുള്ള വ്യക്തികളാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ധീര നിലപാടുകളുള്ള സുപ്രീം കോടതി ജഡ്ജ് ആമി കോനിയുടെ നിയമനത്തെ ചൊല്ലിയുള്ള എതിർ സ്ഥാനാർത്ഥിയുടെ ആരോപണത്തെ പെൻസ് നഖശിഖാന്തം പ്രതിരോധിച്ചു. പ്രോലൈഫ് നിലപാടുകളുള്ള ഒരു ഭരണകൂടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് പെൻസ് പറഞ്ഞു. നിലപാടുകൾ പറയാൻ കൂടുതൽ സമയം ലഭിച്ചിട്ടും സംവാദത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കമല ഹാരിസിന് സാധിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.